Hi guys, welcome back to RIPPLESPACETIME. Shiva here. ഇന്ന് Friday, November 16th. Thursday, ഇന്നലെ നമുക്ക് ഇബാദിക്കയുടെ എബിൻ വങ്കിയുടെയും പൊള്ളിയായിട്ടുള്ള ഒരു യൂട്യൂബേഴ്സ് മീറ്റും യൂട്യൂബേഴ്സ് വർക്ക്ഷോപ്പും ആയിരുന്നു. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇന്നലെ പക്ഷെ എനിക്ക് തേഴ്സ്ഡേ ഹോണ്ടയുടെ ഗ്രാസിയ അമ്മയ്ക്ക് എടുക്കുന്നതിന്റെ ഡെലിവറി ആയിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് ഫ്രൈഡേ ഇന്നത്തേക്ക് വേണ്ടി ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇന്നലെ വർക്ക്ഷോപ്പിന് പോയത്. പക്ഷെ പോയത് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഒരു ഹോബിയായിട്ട് എന്റെ ഇവിടുത്തെ സ്റ്റുഡൻസ് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ പക്ഷെ ഇതിന്റെ പിറകിൽ കുറച്ചധികം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറെ വീഡിയോ ഇട്ടിരുന്നതെല്ലാം ടേക്ക് ഡൗൺ ചെയ്യുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഏകദേശം ഒരു 10-15 വീഡിയോകളും ഞാനിപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പക്ഷെ അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നത് ചാനലിന് നല്ലതേ വരത്തുള്ളൂ. കാരണം ചാനലിൽ അല്ലെങ്കിൽ അത് ചാനൽ ഓട്ടോമാറ്റിക്കായി ടെർമിനേറ്റ് ആയി പോകുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രി ട്രെയിനിൽ തന്നെ ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നു. കാരണം ഇന്ന് വണ്ടി ഡെലിവറി ആയതുകൊണ്ട്. അപ്പോൾ വരുന്ന വഴി തന്നെ ഇന്നലത്തെ അവിടുത്തെ വർക്ക്ഷോപ്പിന്റെ വീഡിയോസ് ഫുൾ എഡിറ്റ് ചെയ്ത് മോർണിംഗ് ഞാൻ ഇവിടെ എത്തി. അത് അപ്ലോഡും ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങി ഇതാ എണീച്ച് ഫ്രഷ് ആയി ഇതാ പോവാണ്. അപ്പോൾ നമുക്കിനി ഹോണ്ട ഗ്രാസിയന്റെ ഡെലിവറി എടുക്കാൻ പോവാം. ഓക്കെ ഗൈസ്, മരക്കാർ ഷോറൂം സ്റ്റാച്യൂലായിട്ട് നമുക്ക് എത്തിയിരിക്കാം. ലെറ്റ്സ് ഗോ. നമ്മള് മരക്കാറിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാകത്തന്നെ കേട്ടിക്കോ. നമ്മൾ മരക്കാർ ഷോറൂമിലെത്തി. ഡെലിവറി സോണിൽ നമ്മൾ വണ്ടിന്റെ ബാക്കി പേപ്പർ വർക്ക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. വണ്ടി കാണുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാം. വണ്ടി സാറിന് ഇന്ന് കൊണ്ടുപോവാം. ബുധനാഴ്ച രാവിലെ 9:30 മുമ്പായിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ മതിയാവും. ഇവിടെ തന്നെ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് തരാം. റെസ്റ്റോറന്റ് കയറിയിട്ടെ മറ്റേ ജോയ് ക്ലബിന്റെ 7276 നമ്മളാണോ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം തോന്നുന്നുണ്ട്. ആണോ? അപ്പൊ അതിന്റെ ബില്ലിംഗ് എന്തോ ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. ആണോ? ശരി, അത് കൊള്ളാം. ഹൈറ്റേ കറക്റ്റ് അല്ലേ? ഹാൻഡില മൈലേജ് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ അത്ര മൈലേജ് ഇല്ല, ഓട്ടിക്കാൻ നല്ല കംഫോർട്ട്. ഹെൽമെറ്റ് അമ്മ ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അക്സസറിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല ഗ്രിപ്പ്. ഇത് ആക്ടിവേറ്റ് കൂടെ വരുന്ന ഗ്രിപ്പാണോ? രണ്ടെല്ലാം സെയിം തന്നെയല്ലോ. ഒന്ന് ഗ്രിപ്പ് ഇത് ഒന്ന് മാത്രം തന്നെയാണ് ഇവിടെ വരുന്നല്ല. ആണ് ഹോണ്ട ഗ്രാസിയ മരക്കാരന്റെ ഷോറൂമിൽ നിന്ന് ഇപ്പോൾ ഡെലിവറി ചെയ്ത വണ്ടിയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് ലൈറ്റിലോട്ട് വെച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ ആക്സസറി ആയിട്ട് വരുന്ന ഇതിന്റെ കൂടെ വന്ന ഗ്രിപ്പ്. പിന്നെ ഇത് ഇതിന്റെ കൂടെ ആക്സസറി ആയിട്ട് വന്ന നമ്മുടെ ഗാർഡാണ്.
പിന്നെ ഈ സീറ്റ് കവർ ഇതിന്റെ കൂടെ അക്സസറി ആയിട്ട് വന്നതാണ്. പിന്നെ ഉള്ളത് ഈ മാറ്റ് കവർ. എനിക്ക് മാറ്റ് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല കളർഫുൾ ആയിട്ടുള്ള മാറ്റാണ്. പിന്നെ സൈഡ് സ്റ്റാൻഡും അക്സസറി ആയിട്ട് വരുന്നതാണ്. പിന്നെ വേറെ എന്താണ്? ഫുഡ് റെസ്റ്റ് അല്ലേ, ഫുഡ് റെസ്റ്റ്. ഇത്രയല്ല അക്സസറി ആയിട്ട്. പിന്നെ ചാർജിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, മൊബൈൽ ചാർജറും വരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്ത്. ഈ ചാർജർ വയ്ക്കണം അല്ലേ, USB അല്ല, മറ്റേ സംഭവം എക്സ്റ്റൻഷൻ വെച്ചിട്ട് പ്ലഗ് കൊടുക്കുക. ഓക്കെ. എന്റെ അപ്പയിലാണെങ്കിൽ ആദ്യമേ USB തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, അതാണ് സോക്കറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ഇതും അക്സസറി ആണ്, ഈ ഗ്രിപ്പ്, സൈഡ് ഹാൻഡ് ബാർ. പിന്നെ വേറെ പറയാനായിട്ട് മറ്റേ കോട്ടിങ്, പോളിമർ കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇറങ്ങുന്നത്. അതെന്താ 500 എന്തോ ആണല്ലേ. പിന്നെ ഈ മോഡലില് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല, അലോയ് വീൽസും വരുന്നില്ല, സാധാ വീൽസാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മൈലേജ് ടെസ്റ്റും ഒരു 500 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കുള്ള ഓണർഷിപ്പ് റിവ്യൂവും അങ്ങനെ മാക്സിമം ഞാൻ ഈ വണ്ടിന്റെ റിവ്യൂ നിങ്ങളിൽ എത്തിക്കാൻ നോക്കാം. അപ്പോൾ ബ്രോന്റെ പേരെങ്ങനെയാണ്? ആനന്ദ്. അപ്പോൾ ആനന്ദ് ബ്രോ ആണ് നമ്മളെ ഇന്നത്തെ ഡെലിവറിക്ക് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോണ്ട ആക്റ്റീവ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഹോണ്ട ഗ്രാസിയയിലോട്ട് വരുന്നത്. കാരണം നമ്മൾ ആദ്യം ഓൺ ചെയ്യുന്ന ഹോണ്ട ആക്റ്റീവ ആയതുകൊണ്ട് വീണ്ടും ഹോണ്ട ആക്റ്റീവ തന്നെ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റിയതാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജിറ്റലായിട്ടുള്ള കൺസോളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഇൻഫോർമേറ്റീവാണ്. ഹോണ്ട ആക്റ്റീവ ആകുമ്പോഴത്തേക്കും LED ലൈറ്റിംഗ് ഒന്നും വരുന്നില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ LED ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്ത് മെയിനായിട്ട് വരുന്നത് ഈ കൺസോളിന്റെ വ്യത്യാസവും ഈ ചാർജിങ്ങിന്റെ പോർട്ടിന്റെ വ്യത്യാസവും. ചാർജിങ് പോർട്ട് ആക്റ്റീവിൽ വരത്തില്ല. പിന്നെ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ തന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് സീറ്റിലോട്ട് ആക്കിയതിനു ശേഷം സീറ്റിന്റെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഇവിടെ തുറക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ആക്റ്റീവിനെക്കാട്ടിലും സ്റ്റോറേജ് ഫെസിലിറ്റി കൂടുതലാണ് ഇതിന്. പിന്നെ പെട്രോളിന്റെ ലിഡ് അകത്ത് തന്നെയാണ് വരുന്നത്, വെളിയിലല്ല. പെട്രോൾ ഫിൽ ചെയ്തിട്ടുണ്ടോ? 5.3 ആണ് ഫുൾ ടാങ്ക് വരുന്നത്. 5.3 ലിറ്റേഴ്സ് ആണ് ഫുൾ ടാങ്ക് വരുന്നത്. ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. ഓണാണ്, LED ലൈറ്റിംഗ് ആണ് വരുന്നത്. ഫുൾ ബ്രൈറ്റഡ് ആവോ ബ്രോ? ഓക്കെ, ഡിമ്മും ബ്രൈറ്റും. അതിപ്പോ എല്ലാ വണ്ടിയിലും അങ്ങനെ തന്നെയാണ്. ഇതാണിപ്പോ എക്സോസ് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത്. നല്ല രസമുള്ള സൗണ്ടാണ്. ചോക്ക് വരുന്ന സമയത്ത് ഇതാണ് ഓൺ വരുന്നത്. ചോക്ക് പോകും. എന്നിട്ട് രാവിലെ എടുക്കുന്ന സമയത്ത് മാക്സിമം ചോക്ക് ഒഴിച്ച് കിക്കർ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ചോക്ക് ഒഴിച്ച് സെൽഫ് അടിച്ചെടുക്കാം. രാവിലെ എടുക്കുന്ന സമയത്ത് അതെ, നമുക്ക് ബാറ്ററി ലൈഫ് പ്രശ്നങ്ങളുണ്ട്. സർവീസ് നമുക്ക് 4 സർവീസാണ് ഫ്രീ വരുന്നത്. ഫസ്റ്റ് സർവീസ് 750,000. 4 സർവീസാണ് നമ്മൾ കമ്പനി ഫ്രീ തരുന്നത്. അതായത് ഫസ്റ്റ് സർവീസ് പറഞ്ഞാൽ 750 കിലോമീറ്റർ 1000 കിലോമീറ്റർ 30 ദിവസം, ഒരു മാസം. ഒരു മാസമാണ് സർവീസ്. സോളർ ഉണ്ടാവും, സാറിന് വിളിക്കും. ജോയ് ക്ലബ് എന്ന ആപ്പിന്റെ അകത്ത് ഇതൊക്കെ വരൂലേ? ഓ, അതിന്റെ പാസ്വേഡ് വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഓക്കെ ഓക്കെ. ഓക്കേ, മംഗളമായി. അങ്ങനെ അമ്മയ്ക്ക് ആക്റ്റീവ ഓടിച്ച് ശീലമായി അത് മാറ്റി ഗ്രാസിയ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വണ്ടിയൊക്കെ. ആദ്യം കരച്ചിലായിരുന്നു. ഇപ്പോൾ ഗ്രാസിയുടെ ഫീച്ചേഴ്സൊക്കെ കണ്ടപ്പോൾ ഫുൾ ഓണായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഹൈറ്റ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഭയങ്കര എളുപ്പമുണ്ട് ഓട്ടിക്ക്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ കാറിലങ്ങ് പോകുമായിരിക്കും, ഞാനായിരിക്കും വണ്ടി എടുത്തിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല റിവ്യൂവും ഇതിന്റെ ഫീച്ചേഴ്സും എല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഡെലിവറി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.
അപ്പോൾ ഇതിൻ്റെ കൺസോൾ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. അടിപൊളിയല്ലേ, ഫുൾ ഡിജിറ്റലാണ്. ആക്റ്റീവ കണ്ട് ഇത് കാണുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ലുക്കുണ്ട്. കാരണം പുതിയ വണ്ടിയായിട്ട് അപ്രീലിയ എടുത്തിട്ടുണ്ടെങ്കിലും അപ്രീലിയയിലും അനലോഗ് ഇതാണ് വരുന്നത്, കൺസോളാണ് വരുന്നത്. ഇതിലിപ്പോൾ ഡിജിറ്റൽ കൺസോൾ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഒരുമിച്ച് ക്ലോക്കൊക്കെ ഉണ്ട്. ടൈം കറക്റ്റ് അല്ല, ടൈമൊക്കെ സെറ്റ് ചെയ്യണം ഇനി. അപ്പോൾ ഗൈസ് നമുക്ക് യാത്ര ആരംഭിക്കാം. ഗേറ്റ് പാസ് കയ്യിലുണ്ട്, കൊടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് ആരംഭിക്കുകയാണ് യാത്ര. ഫുൾ ടാങ്ക് ആയില്ലേ? ഓക്കെ, ഇൻഡിക്കേഷനെ കറക്റ്റാണ്, ഫുൾ ടാങ്ക് തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആരംഭിക്കാം യാത്ര. ഞാൻ പുറകെ